ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളിലെ പരസ്യ പ്രചരണത്തിന് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. 121 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 61 മണ്ഡലങ്ങളിലും വിജയിച്ചത്, വെന്നിക്കൊടി പാറിച്ചത് ഇന്ത്യ സഖ്യമായിരുന്നു. RJDയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടത്തുന്നത്. RJDക്ക് മാത്രമല്ല കോൺഗ്രസിനും സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആദ്യഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ പരിസമാപ്തി കുറിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇരു മുന്നണികളും BJP അതോടൊപ്പം തന്നെ കോൺഗ്രസും അടക്കമുള്ള ദേശീയ രാഷ്ട്രീയ പാർട്ടികളും ബീഹാർ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ദേശീയ നേതാക്കളുടെ ഒരു പട തന്നെ ബീഹാറിൽ കളത്തിലിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതോ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രിമാരായ ചിരാഗ് പാസ്വാൻ, ജിതിൻ റാം മാഞ്ചി, നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ വലിയ നിര തന്നെ ബീഹാറിൽ പഴുതടച്ചുള്ള പ്രചരണത്തിന് NDAക്ക് വേണ്ടി രംഗത്തിറങ്ങി. മറുഭാഗത്ത് ഇന്ത്യ സഖ്യത്തിന് വേണ്ടി കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് അല്ലെങ്കിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളായ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ ബീഹാറിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്കെത്തി. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ, ബീഹാറിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കൃഷ്ണ അല്ലവരു അടക്കമുള്ള നേതാക്കന്മാർ ബീഹാറിൽ പ്രചരണ പ്രവർത്തനങ്ങളുമായി കടന്നു വരികയാണ്. അവിടെ ടെലികോൺഫറൻസ് വഴി സോണിയാഗാന്ധിയും ചില റാലികളെ അഭിസംബോധന ചെയ്തു. റാലികളിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ തടിച്ചുകൂടുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആശാവാഹമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 20 വർഷത്തോളമായി ബീഹാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിനെതിരെ വലിയ ജനവികാരം ബീഹാറിൽ ഉണ്ടെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു കണക്കുകൂട്ടൽ. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ കൂട്ടത്തോടെ ബീഹാർ വിട്ട് തൊഴിലില്ലാതെ പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. യുവാക്കൾക്കിടയിൽ സർക്കാരിനെതിരെ വലിയ രോഷമുണ്ടെന്നാണ് ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ. അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന സർവേ ഫലങ്ങളും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെയാണ് പറയുന്നത്. ചില സർവേ ഫലങ്ങൾ NDAക്ക് ഭരണം നിലനിർത്താൻ കഴിയുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കുമ്പോൾ നിതീഷ് കുമാറിനെതിരെ വലിയ ജനവിരുദ്ധ വികാരമുണ്ട്. അതോടൊപ്പം തന്നെ BJPക്കെതിരെ, BJPയുടെ വർഗീയ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ബീഹാറിനകത്ത് വലിയ പ്രതിഷേധമുണ്ട്. ഇതെല്ലാം വോട്ടായി മാറിയാൽ ഇത്തവണ ബീഹാറിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് തേജസ്വി യാദവിന്റെയും കോൺഗ്രസിന്റെയും കണക്കുകൂട്ടൽ. ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത് പഠിച്ച പണി 18 പയറ്റിക്കൊണ്ടാണ് ബീഹാറിൽ കോൺഗ്രസും RJDയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കുരുക്ഷേത്ര ധർമ്മഭൂമിയിൽ കൃഷ്ണൻ തേര് തെളിച്ചതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെ തേര് തെളിക്കുന്നത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ, ഇന്ത്യ സഖ്യത്തിന് വേണ്ടി വില്ല് കുലയ്ക്കുന്നത്, അർജുനൻ വില്ല് കുലച്ചതുപോലെ വില്ല് കുലയ്ക്കുന്നത് തേജസ്വി യാദവാണ്. അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ പടവാളേന്തിക്കൊണ്ടാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത്. പാടലീപുത്രയുടെ മണ്ണിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് തേജസ്വി യാദവ് പറയുന്നത്. റാന്തൽ ആലേഖനം ചെയ്ത ഹരിത പതാകയും കർഷകരെയും കർഷക തൊഴിലാളികളെയും ചേർത്ത് പിടിക്കുന്ന റാന്തൽ ആലേഖനം ചെയ്ത RJDയുടെ ഹരിത പതാകയും കൈപ്പത്തി ആലേഖനം ചെയ്ത കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയും ഇടതു രാഷ്ട്രീയ പാർട്ടികളുടെ ചെങ്കൊടിയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ബീഹാറിന്റെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പാറുമ്പോൾ ഇത്തവണ അധികാരത്തിലേക്ക് നടന്നു കയറാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. കേന്ദ്ര സർക്കാരിന്റെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ, കേന്ദ്ര സർക്കാരിന്റെ വർഗീയ പ്രീണന രാഷ്ട്രീയത്തിനെതിരായ ഒരു വിധിയെഴുത്ത് ബീഹാറിൽ ഉണ്ടാകും. അതിന് കോൺഗ്രസും RJDയും നിരത്തുന്ന കാരണങ്ങളുണ്ട്. പരമ്പരാഗതമായി യാദവ സമുദായം RJDയുടെ ഒരു വോട്ട് ബാങ്കാണ്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായ ന്യൂനപക്ഷ മുന്നോക്ക സമുദായങ്ങൾ, ബ്രാഹ്മണ സമുദായങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ അത് RJDക്ക് കൂടി അനുകൂലമാകും. അത്തരത്തിൽ ഒരു 140നും 150നും ഇടയിൽ സീറ്റ് നേടി ഇത്തവണ ബീഹാറിൽ ഭരണം പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.